എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം, ഞാൻ നട്ടു വളർത്തിയ വഴുതിരിങ്ങ തന്നെ ഞാൻ വിത്തുകളെടുത്ത് പാകി നടലാണ് കാണിക്കുന്നത്. അതിനകത്ത് എന്തെല്ലാം പോട്ടിംഗ് മിശ്രമമാണ് ഞാൻ നിറയ്ക്കുന്നതെന്ന് എല്ലാവർക്കും കാണിച്ചു തരാം. ഇതിന്നാണ് ഞാൻ വിത്തെടുക്കുന്നത്. മൂത്ത വഴുതിരിങ്ങനെ ഇത് ഞാൻ വിത്തിന് നിർത്തിയതാണ്. ഇതിന്നാണ് പറിച്ചിട്ട് ഞാൻ നടുന്നത്. നല്ല മൂത്ത് പഴുത്ത വഴുതിരിങ്ങയാണ് ഇത്. നമുക്ക് ഒരു പകുതി ഭാഗം മാത്രം മതി. ഇതിന്നാണ് ഞാൻ വിത്തെടുക്കാൻ പോണത്. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇതിൻ്റെ വിത്ത് മാത്രം മതി നമുക്ക് നടാനായിട്ട്. ഇതൊരു കഷ്ണത്തിലെ വിത്ത് മാത്രം മതി നമുക്ക് നടാനായിട്ട്. ഇത് വിത്ത് എങ്ങനെ എടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന്ന് വിത്തെടുക്കാൻ പോണേ എങ്ങനെ എടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇതിങ്ങനെ ഞരടി കഴിയുമ്പോൾ ഒരു വിത്ത്, എല്ലാ വിത്തും ഇതിനകത്ത് വീഴുന്നതാണ്. അപ്പോൾ എങ്ങനെ എടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് വിത്തെല്ലാം ഇതിനകത്ത് ആയിട്ടുണ്ട്. ഇനി ഞാനിത് എങ്ങനെ അരിച്ച് കഴുകിയെടുക്കണമെന്ന് കാണിച്ചു തരാം. വിത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിനി അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കാം. ഇത്രയും വിത്ത് കിട്ടും. ഇത്ര മാത്രം മതി നമുക്ക് നടാനായിട്ട്. ഇനി എങ്ങനെ ഞാൻ മണ്ണും വളങ്ങളും എല്ലാം മിക്സ് ചെയ്ത് ചട്ടിയിലാക്കണമെന്ന് കാണിച്ചു തരാം. ഇത് മണ്ണാണ്. 10 ദിവസം കുമ്മായം ഇട്ട് വെയിലത്ത് ഇട്ട മണ്ണാണ്. കുമ്മായം കൂടി ചേർത്ത് ഇനി അത് ഇതിലേക്ക് കൊട്ടുന്നുണ്ട്. ഇത് ഒരു 3/4 പാത്രം കപ്പിൽ ചാണകപ്പൊടി ഞാൻ ഇതിനകത്ത് കൊട്ടുന്നുണ്ട്. ഇത് കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ച വേപ്പും പിണ്ണാക്കാണ്. ഇത് ഒരു പിടി ഇതിനകത്ത് ഇടുന്നുണ്ട്. വേപ്പും പിണ്ണാക്ക് ഞാൻ ഇതിനകത്ത് ഒരു പിടി ഇടുന്നത്. ഇത്ര മാത്രം മതി. ഇനി മുട്ടയുടെ തോട് പൊടിച്ചതാണ്. നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കേണ്ട മുട്ട ഞാൻ കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് മിക്സിക്കകത്ത് പൊടിച്ച് ഒരു സ്പൂണ് ഇതിനകത്ത് ഇടുന്നുണ്ട്. ഇത്ര മാത്രം മതി. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി നമുക്ക് വളവും മണ്ണും എല്ലാം കൂടി മിക്സ് ചെയ്യാം. നല്ലോണം വളവും മണ്ണും എല്ലാം കൂടി എല്ലാ ഭാഗത്തേക്കും ഒരുമിച്ച് നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണം ചട്ടിയിൽ നിറയ്ക്കാനായിട്ട്. ഇതുപോലെ ചട്ടിയിൽ നിറച്ച് നമുക്ക് വിത്ത് പാകാനുള്ളതാണ്. നല്ലോണം മിക്സ് ചെയ്യണം. എന്നാലും എല്ലാ ഭാഗത്തേക്കും ഒരുമിച്ച് മിക്സ് ആവും. ചട്ടിയിലേക്ക് ഇടുകയാണ് കേട്ടോ. അത് ഇതിനകത്ത് കല്ലോ കട്ടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റണം. നല്ല ലൂസായിരിക്കണം മണ്ണ്, എന്നാലേ ഇത് ഇട്ട് പെട്ടെന്ന് മുളയ്ക്കുള്ളൂ. ഇപ്പോൾ ഞാൻ പാകണത് കാണിക്കാം. വിത്തിടുന്നേനെ വിത്തിട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് മണ്ണെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വെള്ളം തളിച്ച് കൊടുത്താൽ മതി. നമുക്ക് വെള്ളം തളിക്കണം. വെള്ളം തളിക്കുന്നതിന് ഇത്ര മാത്രം മതി നമുക്ക്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഇതുപോലെ ഞാൻ പാകി മുളപ്പിച്ച വഴുതിരിങ്ങ തൈകളാണ്. 20 ദിവസം കൊണ്ട് തന്നെ 10-25 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വഴുതിരിങ്ങ അത്രയും പാകിയ വിത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് പറിച്ച് എൻ്റെ ഗ്രോ ബാഗിൽ നിറയ്ക്കണതാണ് കാണിക്കുന്നത്. ഇത് അതുപോലെ ഗ്രോ ബാഗ് നിറച്ച് വെച്ച ഗ്രോ ബാഗാണ്. ഇതിനകത്താണ് ഞാൻ പറിച്ച് നടുന്നത്. ഒരു ഗ്രോ ബാഗിൽ 2 വഴുതിരിങ്ങ തൈ നമുക്ക് വെക്കാം. സെയിം വളമിട്ട് നിറച്ച് വെച്ച ഗ്രോ ബാഗാണ്. 5 ദിവസമായിട്ട് മാറ്റി വെച്ചാൽ നമുക്കിനി ഇത് പറിച്ചതിനകത്ത് നടാം.
ഒരു ഗ്രോ ബാഗിൽ ഞാൻ 2 തൈ വെച്ച് നടുന്നുണ്ട്. നമുക്ക് ഇത്ര മാത്രം നിറച്ചാൽ മതി. നമുക്ക് 10 ദിവസം കൂടുമ്പോൾ വളമെല്ലാം മിക്സ് ചെയ്തിട്ട് ഗ്രോ ബാഗിൽ നിറയ്ക്കേണ്ടതാണ്. ഒരു ഗ്രോ ബാഗിൽ 2 തൈ വെച്ച് നമുക്ക് നടാം. ഇനി ഇത് 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒരു പിടി ചാണകവും മണ്ണും കൂടി ഇതിൽ ഇട്ട് കൊടുക്കണം. ഇത്ര മാത്രം മതി. നമുക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം. രണ്ട് ഗ്രോ ബാഗിലും കൂടി ഞാനിത് നടണേ. ഇത് ഒരുപാട് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ 2 കൂടി നടാം. അതും കൂടി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. 4 പറിച്ചെടുക്കുന്നുണ്ട്. നല്ല കരുത്തുള്ള തൈയാണ് ഞാൻ പറിച്ചെടുക്കുന്നത്. 2 കൂടി നടണമാണ്. ഇതിൽ നടണുണ്ടേ. ദേ ഒരെണ്ണം ഈ അറ്റത്ത് വെക്കാം. നമുക്ക് ഒരെണ്ണം ഇവിടെയും വയ്ക്കാം. ഇതിൽ 2 വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് വെള്ളം തളിച്ച് വെക്കാം. 10 ദിവസം കഴിയുമ്പോൾ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കാനാണ്. അതാണ് ഇത്ര മാത്രം നിറച്ചിട്ടുള്ളൂ ഞാൻ. നമ്മൾ വളവും മണ്ണും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഒരുവിധം മണ്ണ് ഇത്ര ആവും. ഇനി നമുക്ക് കുറച്ച് വഴുതിരിങ്ങേണ്ട, അതും കൂടി വിളവെടുക്കാൻ കാണിക്കണേ. നല്ല വെയിലാണ് കേട്ടോ. ഈ സമയത്തൊന്നും ഇവിടെ കയറി നിൽക്കാനേ പറ്റില്ല. ഇതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞ വഴുതിരിങ്ങയാണ്. എന്നാലും ഞാൻ കറിക്ക് വേണ്ടി എടുക്കുന്നതിന് അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം വിളവെടുത്ത് കഴിഞ്ഞാണ്. ഇപ്പോൾ 2ാം പ്രാവശ്യം ഉണ്ടായതാണത്. ഈ തൈയിൽ കഴിഞ്ഞ് ഇപ്പുറത്ത് എടുക്കാം. ഇത് നല്ല നീളം വഴുതിരിങ്ങയാണ്. ഇത് നീളം വഴുതിരിങ്ങയാണ്. ഇതൊക്കെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ 2ാം പ്രാവശ്യം പൂട്ടുണ്ടായതാണ്. അതിന് കായൊന്ന് ചെറുതായിരിക്കുന്നത്. ഇതും എടുക്കേണ്ടത്. ഇതും അതുപോലെ തന്നെ നീളം. ഇത് വേറൊരു സൈസ് വഴുതിരിങ്ങയാണ്. വൈറ്റ് വഴുതിരിങ്ങ, നല്ല നീളമുള്ളതാണത്. ഇതിലൊരെണ്ണം കൂടി ഉണ്ട്. ഇതും കൂടി നമുക്ക് എടുക്കാവേ. ഇതും നീളം വഴുതിരിങ്ങയാണ്. ഇതൊന്നും എടുക്കാം. ഇത് ചുമന്ന വഴുതിരിങ്ങയാണ്. 5 സൈസ് വഴുതിരിങ്ങ ഉണ്ട് എൻ്റെ അടുത്ത്. ഒരു നീളത്തിലുള്ളതുണ്ട്. ചുമന്ന വഴുതിരിങ്ങയുണ്ട്, വെള്ള വഴുതിരിങ്ങയുണ്ട്. ഇതൊരു കളർ വഴുതിരിങ്ങയാണ്. 5 സൈസ് വഴുതിരിങ്ങ ഞാൻ നട്ടിട്ടുണ്ട്. ഇനി അപ്പുറത്തും കൂടി പറിക്കുന്നത് കാണിക്കാം. ഇത് ഉണ്ട പച്ച വഴുതിരിങ്ങയാണ്. ഇതൊക്കെ ഇഷ്ടംപോലെ ഞാൻ പറിച്ചതാണ്. ഇപ്പോൾ വീണ്ടും 2ാമത് ഉണ്ടാവുന്നത് പറിക്കണതാണ് കേട്ടോ. ഇത് അതുപോലെ തന്നെ ഉണ്ട വഴുതിരിങ്ങ, പലത് വൈറ്റാണ്. ഇതും പറിക്കുന്നുണ്ട്. 5 സൈസ് വഴുതിരിങ്ങ എൻ്റെ അടുത്തുണ്ട്. കാണിച്ചു തരാം അതെങ്ങനെ എന്തൊക്കെ കളറാണെന്നുള്ളത്. ഇത്രയും വിളവെടുപ്പ് ഞാൻ ഇന്ന് വഴുതിരിങ്ങ എടുത്തിട്ടുണ്ട്. ഇത് പച്ച വഴുതിരിങ്ങയാണ്. ഇത് അതേപോലെ തന്നെ വേറൊരു വെറൈറ്റി വൈറ്റാണ്. ഇത് അതുപോലെ തന്നെ വേറൊരു കളർ വഴുതിരിങ്ങയാണ്. ഇതും അതേപോലെ വേറൊരു സൈസാണ്. ഇത് ഒരു കളർ. ഇതെല്ലാം ഞാൻ വിളവെടുത്ത് കഴിഞ്ഞതാണ്. ഇഷ്ടാനുസരണം പോലെ കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും 3ാമത്തെ പ്രാവശ്യമാണ് ഈ വിളവും കൂടി എടുക്കുന്നത്. ഇത് നമുക്ക് വീട്ടാവശ്യത്തിന് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം, തോരൻ ഉണ്ടാക്കാം, സാമ്പാറിലിടാം. ചുമന്ന ചീര ആയിട്ടുണ്ട് ഞാൻ നട്ടത്. അതും കൂടി ഇന്ന് വീട്ടാവശ്യത്തിന് പറിക്കണത് ഞാൻ കാണിക്കണേ. അരിഞ്ഞെടുക്കുന്നുണ്ട്.
2 മുട്ട ഇട്ട് ചിക്കാനുള്ളതാണ് ഇന്ന് തന്നെ. ഇതിനി നാളെ വന്ന് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 5-6 ദിവസത്തിനുള്ളിൽ തന്നെ പൊടിച്ച് വരുന്നതാണ്. ഇഷ്ടാനുസരണം പോലെ പൊടിച്ച് പെട്ടെന്ന് തന്നെ വരും. ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. വിളവെടുപ്പെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പൊന്നാങ്കണ്ണി ചീരയുടെ ഇത് ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കയറി കാണണം. നന്ദി, നമസ്കാരം.